എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, സാധു ഞാനീ ശോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെന്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെന്റെ ഉള്ളം ചൊല്ലുന്നു. ആരുമെനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ, ആരുമെനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ, മാനസത്തിലാദി പൂണ്ടു ഖേദിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. നാളെയെ കൊണ്ടെൻ മനസ്സിൽ ലേവാലേശം ഭാരമില്ല. നാളെയെ കൊണ്ടെൻ മനസ്സിൽ ലേവാലേശം ഭാരമില്ല. ഓരോ നാളും ദൈവം എന്നെ പോറ്റുന്നു. തന്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. തന്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോ, എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോ, സാധു ഞാനീ ശോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെന്റെ ഉള്ളം ചൊല്ലുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-34 വാക്യങ്ങളെ ആസ്പദമാക്കി നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കുക എന്നുള്ള ഒരു ചിന്തയാണ് നിങ്ങളെ ഓർമ്മിപ്പാൻ ആഗ്രഹിക്കുന്നത്. വാക്യപ്രകാരമാണ്. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുന്നതല്ലോ. അത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. ഓരോ മനുഷ്യനും വളരെ ശ്രദ്ധയോടെ നിലകൊള്ളേണ്ട വിഷയങ്ങളിൽ ഒന്നാണ് നാം ഇവിടെ കേട്ടത്. ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയമാണ് നാളത്തെ പ്രവൃത്തി ഇന്ന് തന്നെ ചെയ്തു തീർക്കുക എന്നത്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ നല്ലൊരു വിഭാഗം കുട്ടികളും തങ്ങൾക്ക് ലഭിക്കുന്ന ഹോംവർക്ക് നാളേക്കുള്ളതാണെങ്കിലും ഇന്നേ ചെയ്തു തീർത്തു വെക്കും. അപ്പോൾ നാളെ എന്ന ഒരു ദിവസത്തെ ഓർത്ത് വിചാരപ്പെടും ഇടയാകില്ല. നാളെ ഏതൊരു ദിവസം ഒരു മനുഷ്യരിലും ഇല്ല. അതിനാലാണ് ദൈവവചനം പറയുന്നത്, ഇപ്പോളാകുന്നു സുപ്രസാദകാലം, ഇപ്പോളാകുന്നു രക്ഷാ ദിവസം. അപ്പോസ്തല പ്രവൃത്തി 24 ഫേലിക്സ് തൻ്റെ ഭാര്യ ദുസ്സല്ലയുമായി വന്ന് പൗലോസിനെ വരുത്തി ക്രിസ്തുവേശുള്ള വിശ്വാസത്തെക്കുറിച്ച് പൗലോസിൻ്റെ പ്രസംഗം കേട്ടു. എന്നാൽ നീതി, ഇന്ദ്രിയജയം, വരുവാനുള്ള ന്യായവിധി ഇവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫേലിക്സ് പരവശനായി. തൽക്കാലം പോകാൻ അവസരമുള്ളപ്പോൾ വിളിപ്പിക്കാമെന്ന് പറഞ്ഞു. നാളെ എന്ന ദിവസം ദൈവത്തിൻ്റേതാണ്, മനുഷ്യരുടേതല്ല. ഏതൊരു മനുഷ്യനും ചില പ്ലാനുകൾ വരുന്ന ദിവസങ്ങളിലേക്ക് ചെയ്തു വയ്ക്കുന്നത് ഒരു പരിധിവരെ നല്ലതാണ്. എന്നാൽ നാളെ എന്ന ദിവസം ദൈവം ദാനം തന്നില്ലെങ്കിൽ നമ്മുടെ നാളേക്ക് എന്ത് പ്രസക്തി? യേശുക്രിസ്തു പല വിഷയങ്ങൾ ജനത്തോടും തൻ്റെ ശിഷ്യന്മാരുമായി സംസാരിക്കുമ്പോൾ വിചാരപ്പെടുന്ന വിഷയം പ്രത്യേകം എടുത്തു പറയുകയുണ്ടായി. അതിന് പ്രസക്തമായ വിഷയങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 6:25 മുതലുള്ള വാക്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങൾ ജീവനായി കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായി കൊണ്ട് വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരം വലുതല്ലേ. ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ നിന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങൾ ആർക്കെങ്കിലും കഴിയും. ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നത്, വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നില്ല. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സ്വന്തം മഹത്വത്തിലും ഇവയിലൊന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ആകയാൽ നാം എന്തു തിന്നും എന്തു കുടിക്കും എന്തു ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഇവയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുകയും അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ ഒരു പക്ഷേ ചോദിച്ചിരിക്കാം, ഇതൊക്കെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതാണ്, പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ലഭിക്കും? ഇവിടെയാണ് വിശ്വാസം ആവശ്യമായിരിക്കുന്നത്. ഈ വചനം
അതല്ല വാഗ്ദാനം ആരാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ആദ്യം ഓർക്കണം. സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടാവാണ് പറഞ്ഞിരിക്കുന്നത്. അത് ജീവിതത്തിൽ പ്രാവർത്തികമാകണമെങ്കിൽ ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. മുൻമേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇവയൊക്കെ നിങ്ങൾക്ക് കിട്ടും. അത് പ്രാപിച്ചെടുക്കണമെങ്കിൽ വിശ്വാസം ആവശ്യമാണ്. അബ്രഹാം വിശ്വസിച്ചു, അത് നീതിയായി കണക്കിട്ടു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും വിശ്വാസത്തിൽ വളരുവാനോ വിശ്വാസത്തിൽ സമ്പന്നരാകുവാനോ സാധിക്കാതെ അവിശ്വാസത്തിൻ്റെ വിത്തുകൾ സാത്താൻ കൊണ്ടുവന്ന് വിതയ്ക്കും. അത് മുളച്ചു വന്നിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ വളർന്നു വരുവാൻ തടസ്സമായിരിക്കും. അങ്ങനെയുള്ള അവിശ്വാസത്തിൻ്റെ വിത്തുകൾ മുളച്ചു വരുവാൻ സമ്മതിക്കാതെ വിശ്വാസത്തിൽ വളരുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കാൻ സാധിക്കും. ദൈവമായ കർത്താവ് ഈ ചെറിയ ചിന്തയാൽ നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.